കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. വീട് വയ്ക്കാൻ CPM ബ്രാഞ്ച് സെക്രട്ടറി അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി കുടുംബം. വീട് വയ്ക്കാൻ തറ കെട്ടിയപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തകർത്തുവെന്നാണ് പരാതി. CPMൽ സജീവമായിരുന്ന പ്രവാസിയും കുടുംബവുമാണ് പാർട്ടിക്കെതിരെ സമരവുമായി രംഗത്തെത്തിയത്. വീട് നിർമ്മിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച CPM നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഈ കുടുംബം സമരം നടത്തുന്നത്. തിരൂരങ്ങാടി സ്വദേശി റിയാസ് പൂവാട്ടിലും കുടുംബവുമാണ് CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. CPM ബ്രാഞ്ച് സെക്രട്ടറി പട്ടേരിക്കുന്നത്ത് സുബൈറിന്റെ നേതൃത്വത്തിൽ രാത്രിയിൽ വീടിന്റെ തറ തകർത്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീട് വെക്കുന്നതിൽ ഇപ്പം പ്രയാസപ്പെടുകയാണ്. എനിക്ക് മാത്രം അവിടെ വരുന്ന വണ്ടിയും വാഹനങ്ങളും തടയാം. പോലീസിനെ ഉപയോഗിക്കപ്പെട്ടു. ആരാ പ്രയാസപ്പെടുന്നത്? ഈ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ സുബൈർ പട്ടേരിക്കുന്നത്, പിന്നെ അവനൊരു സഹായിയായിട്ടുള്ള ഒരു സൽമാൻ പാരിസ് ഉണ്ട്. അവരാണ് നിരന്തരം ഞാൻ അതിൽ വെച്ച് പിടിപ്പിക്കുന്ന തൈകൾ നശിപ്പിക്കുക, മണ്ണെണ്ണ ഒഴിപ്പിച്ച് നശിപ്പിച്ചു. പിന്നെ ആദ്യം ഞങ്ങൾ ഫൗണ്ടേഷൻ കീറാൻ ഉപയോഗിച്ച തറ അതും മണ്ണിട്ട് മൂടി, അതും രാത്രിയുടെ മറവിലാണ്. ഇപ്പം ഞങ്ങൾ തറ കെട്ടിയ മൂന്നടി ഹൈറ്റിൽ പൊക്കിയ തറ ഇപ്പം ഞങ്ങളോട് ദയവായിട്ട് വന്ന് പറഞ്ഞു ഞങ്ങളോട് തറ പൊടിക്കുന്നുള്ളൂ. ആ ധൈര്യ സമയത്ത് രാത്രി ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി ഞങ്ങൾ തറ കെട്ടിക്കഴിഞ്ഞു. പകൽ ഒരു 5-5:30 മണിയോടെ ഞങ്ങൾ തറ കെട്ടിക്കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലർച്ചെ ഞാൻ 4:45 അവിടെ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ഒഴിഞ്ഞ രീതിയിലാണ് കണ്ടത്. പക്ഷേ ഇവന് 12 മണി ഏകദേശം ചമ്മാടി ചില CC ക്യാമറയിലൊക്കെ ഇവനെ കണ്ടിട്ടുണ്ട്. ഇത് ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലമാണ്. ആ ഡാറ്റാ ബാങ്കിൽ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് 5 പ്രാവശ്യം ഞാൻ ഈ കലക്ട്രേറ്റിൽ തരംമാറ്റത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് നിരസിക്കാണ്. ആ തൊട്ടപ്പുറത്തൊക്കെ. പിന്നെ അതുമല്ല, ഞാൻ മിനിസ്റ്റർക്ക് ഒരുപാട് തവണ ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ രാജൻ സാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. രാജൻ സാർ പരപ്പനങ്ങാടി സമ്മേളനത്തിന് വന്നപ്പോൾ നേരിട്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം വീട് നിർമ്മാണം ആരംഭിച്ചപ്പോഴാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തടസ്സപ്പെടുത്തൽ തുടങ്ങിയതെന്നും റിയാസ് പറയുന്നു. അവർ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ വീട് വെക്കാവൂ എന്ന് നിർബന്ധിച്ചു. മാന്യമായി സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിച്ചു. താനും നേരത്തെ പാർട്ടിയിൽ സജീവമായിരുന്നു. എന്നിട്ടും രാത്രിയിലെത്തി തറ പൊളിച്ചുവെന്നും റിയാസ് പറഞ്ഞു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് നിയമ നടപടികൾക്ക് ഉപയോഗിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയതായും കുടുംബം വ്യക്തമാക്കി. അതേസമയം സമരം ആസൂത്രിതമാണെന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഇത്തരമൊരു പരാതി ഔദ്യോഗികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ പ്രതികരിച്ചു. ഞാൻ അവരോട് വിളിച്ചിരുത്തി സംസാരിച്ചിരുന്നു. അവരുടെ പരാതി പരിശോധിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന നിയമപരമായ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണെന്നാണ്. RDOന്റെ ഒക്കെ മുന്നിൽ ചെന്ന ഭൂമിക്ക് തരംമാറ്റലിൻ്റെയൊക്കെ പ്രശ്നമാണ് യഥാർത്ഥത്തിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അയാൾ വളരെ വൈകാരികമായിട്ടാണ് നിൽക്കുന്നത്. ഏതോ ഒരു വ്യക്തിയായിട്ടാണ് കൂടുതൽ തർക്കം കാണുന്നത്. നിർഭാഗ്യകരമായൊരു സംഭവമാണ് രാവിലെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ യാദൃച്ഛികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് ഏതോ ഒരു പ്രദേശത്തെ ഒരു ചെറിയ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയാൽ എവിടെയും ഏത് സ്ഥലത്തും ഉണ്ടാവാം. അതിനെ വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ആരോ ചെറിയ പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് അവിടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരൊക്കെ അത് നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അപ്പോൾ അതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കൊടിഞ്ഞി പറയുന്ന സ്ഥലമാണിത്. ഈ ഇരട്ടക്കുട്ടികളുടെ നാട് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ പാർട്ടി ഒരു വലിയ ശക്തിയായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ ഒരു മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ ഇയാളുടെ ഈ വിഷയം കളക്ടറേറ്റ് പോയിട്ടുണ്ട് പറയുന്നത്, RDOയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇവർക്കൊന്നും ഓർഡർ കിട്ടിയിട്ടില്ല. ഇനി ലോക്കലായി അവർ തമ്മിൽ വല്ല തർക്കങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. സാധാരണ രീതിയിൽ ഇത്തരം കേസുകളിൽ വരാറുള്ള ഒരു നിവേദനം ഇവിടെ തരും. ഇങ്ങനെ അവിടെ ഒരു അനീതി നടന്നിട്ടുണ്ട്, നിങ്ങൾ മുതിർന്ന നേതാക്കളൊന്ന് ഇടപെടണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാം. ഇതിപ്പോൾ വളരെ ആ കുട്ടികളെ ഞാൻ പറയല്ല, ഇരിക്കാനുള്ള കടലാസ്, എഴുതി വെച്ച പോസ്റ്റർ, അതൊക്കെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി വരിക. ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്താ വിഷയം, ഒരു വിഷയമുണ്ട്, എന്നാൽ വരും നമുക്കിരുന്ന് സംസാരിക്കാനും പറഞ്ഞപ്പോൾ അയാൾ അതിന് നിൽക്കാതെ അയാൾ അവിടെ ഇരിക്കുകയായിരുന്നു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.